Hello, Namaskaram. Welcome to our channel. നമുക്കിന്ന് വളരെ ഈസി ആൻഡ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ നെയിൽ ആർട്സ് ചെയ്താലോ. ഇപ്പോൾ ഓണം സീസൺ അല്ലേ, നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിനെ മാച്ച് ആവുന്ന രീതിയിലുള്ള നെയിൽ ആർട്സ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആക്രിലിക് നെയിൽസുകളാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാ പ്ലാസ്റ്റിക് ബോർഡിൽ വെച്ച് DIY ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നെയിൽസ് ചെയ്തെടുക്കാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ചെക്ക് ചെയ്യണേ. ഇപ്പം ഞാൻ ഇവിടെ എല്ലാ നെയിൽസും ചെയ്യുന്നതിന് മുമ്പ് ഒരു ടോപ്പ് കോട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പം നമ്മൾ കൊടുക്കുന്ന കളർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ കളർ നമ്മുടെ നെയിൽ പോളിഷ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ അതൊത്തിരി സഹായിക്കും. അതുകൊണ്ട് ടോപ്പ് കോട്ട് നിങ്ങൾക്ക് പരമാവധിയും ഒഴിവാക്കാതിരിക്കണേ. അതുപോലെ ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലോങ് നെയിൽസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കിതിങ്ങനെ ഓർഡർ ചെയ്ത് വരുത്താനൊക്കെ ചിലവ് കൂടില്ല എന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന പ്ലാസ്റ്റിക് ബോട്ട് വെച്ചിട്ട് നെയിൽസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ബ്രൗൺ കളർ പ്ലെയിൻ കോട്ട് ആദ്യം കൊടുത്തിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു ഹെയർ പിൻ യൂസ് ചെയ്യാം. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വലുതും അതുപോലെ ടൂത്ത് പിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ചെറിയ ഡോട്ടും അല്ലെങ്കിൽ ഇതിനെപ്പോലെ തന്നെ വേറെ ഹെയർ പിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതായത് നമ്മൾ തലയിൽ കുത്തുന്ന ഒക്കെ ഉപയോഗിക്കുന്ന ഇർക്കിളി സ്ലൈഡ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള സ്ലൈഡ് വെച്ചിട്ട് ആണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് ഈസി ആയിട്ട്. അപ്പോൾ നമ്മൾ വലിയ 3-4 ഡോട്ട് കൊടുക്കുകയാണ് ആദ്യം. അതുപോലെ ഇങ്ങനത്തെ ഒരു ഇതിന് കൊണ്ട സ്ലൈഡ് എന്നാണ് പറയുന്നത്. ആ സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെറിയ ഡോട്ടുകൾ കൊടുക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ സിൽവറാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഡ്രസ്സ് സിൽവർ കരയിലുള്ള കസവ് സാരിയാണ്, അല്ലെങ്കിൽ സെറ്റ് സാരി, പട്ടുപാവാട, അതിനെല്ലാം നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെയിൽ ഡിസൈനാണിത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. സോ ഇത് ഡേ ലൈറ്റ് ആണെങ്കിലും നൈറ്റ് ലൈറ്റ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. ഇത് സിൽവർ കളറ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ഇതൊരു ഫോട്ടോ ആണ് ഇതിൻ്റെ. അപ്പം ഫോട്ടോസ് ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അതിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേക്കും നല്ല ഒരു ലുക്കാണ് ഫോട്ടോസിനൊക്കെ ഈ ഒരു ഡിസൈൻ തരുന്നത്. സെക്കൻഡ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ടും ഗോൾഡൻ കസവുള്ള ഡ്രസ്സുകൾക്കാണ് കൂടുതലും മാച്ചായിട്ട് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മുടെ നെയിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് നമ്മളൊരു ടോപ്പ് കോട്ട് കൊടുത്തിട്ട് അതിൻ്റെ ടിപ്പിൽ മാത്രം ഞാൻ പിന്നെ ഗോൾഡൻ ഗ്ലിറ്റേഴ്സുള്ള നെയിൽ പോളിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഗോൾഡൻ ഗ്ലിറ്റർ നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിന് ശേഷം എൻ്റെ ആ നെയിൽ പോളിഷിൽ ഗ്ലിറ്റർ ഉള്ളതായിരുന്നു ഓൾറെഡി, പക്ഷേ അതിന് അധികം ഗ്ലിറ്റർ ഇല്ല. അതുകൊണ്ട് ഞാൻ ലൂസ് ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ പിന്നെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം എക്സസ് ഉള്ളത് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ നെയിൽ പോളിഷ് ടോപ്പ് കോട്ട് യൂസ് ചെയ്ത ഭാഗത്തെല്ലാം ഗ്ലിറ്റർ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാനൊരു ടോപ്പ് കോട്ട് കൊടുക്കണം. അപ്പം ടോപ്പ് കോട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്ലിറ്റർ ഇതിൻ്റെ ഉള്ളിൽ സീലാവും. അപ്പം നമുക്ക് ഗ്ലിറ്ററിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെയല്ല, നല്ല ഒരു ഷൈൻ ലോക്കായിട്ട് നമുക്ക് അത് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആക്രിലിക് നെയിൽസ് ആണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ നല്ല നാച്ചുറലായിട്ടുള്ള എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നെയിൽ ലുക്ക് നമുക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ നൈറ്റ് ലുക്കിലെ ഫോട്ടോ ആണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. സോ നല്ല ഒരു അടിപൊളി ഫിനിഷാണ് ഈ നെയിൽ ഡിസൈൻ ഉള്ളത്. അപ്പം അതുപോലെ തേർഡ് ഡിസൈൻ വന്നിട്ട് നമ്മൾ ഇപ്പോഴും കേരള സാരി കൂടുതൽ പേർക്കും ഇഷ്ടം മെറൂൺ റെഡ് ആ കളർ ബ്ലൗസുകളൊക്കെ ഇടുമ്പോഴാണ്
ഇത്തിരി ഭംഗിയായി തോന്നിയിട്ടുള്ളത്. അപ്പം ആ ഒരു കോമ്പിനേഷന് വേണ്ടി കേരള സാരി റെഡ് ബ്ലൗസ്, നമ്മുടെ ഓഫ് വൈറ്റ് കേരള സാരി വിത്ത് ഗോൾഡൻ കരയുള്ള ഡ്രസ്സിനാകുമ്പോൾ അതിന് മാച്ചായിട്ടാണ് ഞാൻ ഈ നെയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്ലെയിൻ കോട്ട് നമ്മൾ ബേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബേസ് കോട്ട് റെഡോ മെറൂണോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സാരിക്ക് ഏത് കളറാണോ ആ നെയിൽ പോളിഷ് പരമാവധി കിട്ടുന്ന കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഞാനിതിൻ്റെ മിഡിൽ ഹാഫ് ഞാനൊരു പ്ലെയിൻ കോട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നെയിലിൻ്റെ ടിപ്പിൻ്റെ ഹാഫും ഞാൻ ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് വെച്ചിട്ട് ഒരു ചെറിയ ബ്രഷ് വെച്ച് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് നമുക്കൊരു ബ്രഷ് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലൂസ് പൗഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് എനിക്ക് ലൂസ് പൗഡർ യൂസ് ചെയ്യാൻ കുറച്ചും കൂടിയും ബ്രൈറ്റായിട്ട് ആ ഗോൾഡൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ഞാനിപ്പം ലൂസ് ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യാണ്. അപ്പം ഇതിൻ്റെ എക്സസ് ടാപ്പ് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ള ഏരിയയിലെല്ലാം ആ ഗ്ലിറ്റേഴ്സ് പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളിത് ഡ്രൈ ആയ ശേഷം ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെയിൽ പോളിഷ് റിമൂവ് വെച്ചിട്ട് അതിൻ്റെ പിന്നെ സൈഡെല്ലാം ക്ലീൻ ചെയ്യാൻ. പിന്നെ അതിന് ഈ ഒരു നെയിൽ ലുക്കിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് നെയിൽ പോളിഷ് വെച്ചിട്ട് ചെറിയൊരു ബ്രഷ് വെച്ച്, നിങ്ങൾക്ക് ഈ ബ്രഷിന് വേറെ ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ടൂത്ത് പിക്കോ ഹെയർ പിന്നോ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്ന പോലത്തെ ഒരു ചെറിയ ഇതെടുത്ത് നമുക്കിങ്ങനെ ഒരു ബ്ലാക്ക് ലൈനിങ് ഞാൻ കൊടുക്കുകയാണ്, ആ ഗോൾഡും എടുത്ത് കാണിക്കാൻ വേണ്ടി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇത് കേരള സാരിക്കാണ്, അല്ലെങ്കിൽ കേരള ഓഫ് വൈറ്റ് ആയിട്ട് കോമ്പിനേഷനുള്ള ഡ്രസ്സുകൾക്കാണ് ഞാനിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഹാഫ് കോർണർ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് കോർണറിൽ ഞാൻ കുറച്ച് കൂടിയും ആ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ചും കൂടി ഓഫ് വൈറ്റ് നെയിൽ പോളിഷും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ലുക്കിന് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ ആ ഓഫ് വൈറ്റ് ഇതിൻ്റെ സൈഡിൽ കുറച്ച് ആഡ് ചെയ്യാണ്. സോ ഇത് നമുക്ക് നന്നായിട്ട് എയർ ഡ്രൈ ആയ ശേഷം നമ്മൾ ഇതിന് മുകളിൽ ഞാനൊരു ടോപ്പ് കോട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് കളർലെസ് ആയിട്ടുള്ള ടോപ്പ് കോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ആ ഗ്ലിറ്റേഴ്സും കളറും എല്ലാതും ലോക്കായി. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. സോ ഞാൻ എല്ലാ നെയിൽസിനും സെയിം ഷെയ്ഡല്ല കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പല ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇത് ഇന്ന ഡിസൈൻ ഈ കളർ വേണം എന്നൊക്കെ ഒന്നുമില്ല. നിങ്ങളുടെ ഡ്രസ്സ് ഏത് കളറാണോ അതിന്, ഇപ്പം പട്ടുസാരി ആണെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ഗ്ലിറ്റേഴ്സും ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ചെയ്താലും മതി. നമ്മളുടെ ഫോർത്ത് ഡിസൈൻ വന്നിട്ട് നമ്മൾ ഓണം സീസൺ ആണല്ലോ. സോ ഓണം എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് കളറാണ്. സോ അതുകൊണ്ട് ഞാനിതിന് ഒരു ഹാഫ് പോർഷൻ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് ഒരു ഇപ്പം നമുക്ക് കേരള സാരിയിൽ നമുക്ക് പച്ച കര പച്ചയും അല്ലെങ്കിൽ ബ്ലൗസ് പച്ചയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് അതൊന്നും കൂടി ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നെയിൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ ചെറിയ ചെറിയ ഓണത്തിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ റെഡിലും ഒരു എണ്ണം ഗോൾഡൻ യെല്ലോയിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ സെയിം ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഇതിന് ലീഫ് വരച്ച് കൊടുക്കുകയാണ്. അതുപോലെ കസവ് സാരിയിൽ ഇപ്പോൾ ഒത്തിരി ഡിസൈൻസ് നമ്മൾ കേരള സാരിയിൽ തന്നെ ഉണ്ട്. കേരള സാരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഐശ്വര്യമാണ് അല്ലേ. നമ്മളുടെ തനത് ഉള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് അത് പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പം കസവ് സാരി, മുല്ലപ്പൂ, ജിംക അതൊക്കെയാണ് നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് ആദ്യം. അപ്പം ഇതിൻ്റെ സൈഡിലും ഞാൻ ഗോൾഡൻ ടച്ച്, ഗോൾഡൻ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടിപ്പ് മാത്രം വളരെ നേരിയ രീതിയിൽ ഞാൻ ഗോൾഡ്
ആൻഡ് ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിൽവറിലാണെങ്കിൽ നിങ്ങൾക്ക് സിൽവറിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഡ്രസ്സാണോ ഏത് കളറാണോ അതനുസരിച്ച് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. സോ ഫോട്ടോസിലാണെങ്കിലും നല്ല ഒരു ഫിനിഷാണ് ഈ നെയിൽ ഡിസൈൻ ഉള്ളത്. നെക്സ്റ്റ് ഒരു 5th ഡിസൈൻ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇതൊരു ന്യൂഡ് കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ന്യൂഡ് കളർ യൂണിവേഴ്സലാണ്, സോ എല്ലാ ഡ്രസ്സിനും അത് മാച്ച് ആവും. സോ യൂഷ്വലി നമ്മൾ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് യൂസ് ചെയ്യാറ് മുന്നൊക്കെ. അപ്പം ഞാൻ ഈ ഒരു നെയിൽ പോളിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ വന്നിട്ട് ഞാൻ ഇതിന് ഒരു ബ്ലാക്ക് ആൻഡ് ന്യൂ കളർ കോമ്പിനേഷനാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഇതിന് മിഡിലിൽ ഒരു ഡോട്ട് ഇടുവാണ്. നിങ്ങൾക്ക് ഒരു ടൂത്ത് പിക്കോ ഹെയർ പിന്നോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഡോട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷൻ ബാക്കി പോർഷനിൽ നമുക്ക് നെയിൽ പോളിഷിൻ്റെ ബ്രഷ് ഉപയോഗിച്ച് ഹാഫ് പോർഷൻ നമുക്ക് ഈ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഈ ന്യൂഡ് കളറിൽ ചെറിയൊരു സ്റ്റാർ കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. സ്റ്റാർ സിമ്പിൾ, എന്ത് സിമ്പിൾസ് വേണമെങ്കിൽ കൊടുക്കാം. ലവ് സിമ്പിൾസ്, സ്റ്റാറോ ഫ്ലവർ, അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുക്കാം. ഞാൻ അതിന് സ്റ്റാറാണ് കൊടുത്തിരിക്കണേ. അതിനുശേഷം ഞാൻ വിചാരിക്കണു ഞാൻ ഇതിൻ്റെ സൈഡിൽ, അതായത് ടിപ്പിൻ്റെയും താഴത്തെ ഭാഗത്തിൻ്റെയും ഹാഫ് പോർഷനിൽ ഞാൻ സിൽവർ കളറാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് സിൽവർ ടച്ചുള്ള ഡ്രസ്സുകൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആ ഒരു ബ്ലാക്ക് ന്യൂഡ് സിൽവർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആവുന്ന രീതിയിലാണ്. സോ ഇപ്പം ഗ്ലിറ്റേഴ്സൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ 1 nail ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കളറിന്, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ആയിട്ടുള്ള സിമ്പിൾ ഡിസൈൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു വോൾ ലുക്ക്, ഒരു ഫിനിഷിങ് കിട്ടും. ഞാൻ അതിനുശേഷം ഇതിൻ്റെ എഡ്ജിലുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാണ് ഒരു നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട്. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. സോ എല്ലാ നെയിൽസിലും ഞാൻ സെയിം ഷെയ്ഡല്ല കൊടുത്തിരിക്കണേ. ഞാൻ മിഡിലും അതുപോലെ നമ്മളുടെ തമ്പ് നെയിലിനും വേറെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സ്റ്റാറിൻ്റെ മിഡിൽ ഞാൻ സിൽവർ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു സിൽവർ കളറിൻ്റെ ഒരു ഷൈനിങ്ങും ഒരു ഫിനിഷിങ്ങും നല്ല ഒരു കംപ്ലീറ്റ് ലുക്ക് തരും. അതുപോലെ നല്ലൊരു നെയിൽ ആർട്ട് ടിപ്പ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. കാരണം ഇപ്പം 2 കൈയിലും ലോങ് നെയിൽസ് ഇഷ്ടമുള്ളവർ 2 കൈയിലും നമ്മൾ പ്രസ് ഓൺ നെയിൽസ് ഒട്ടിച്ച ശേഷം അത് ഡിസൈൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് കുറച്ച് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച ഇറുക്കിലി ആയാലും മതി. ഇപ്പോൾ ഈ തെർമോക്കോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് അരി എടുത്താലും മതി. അതിൽ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഗ്ലൂവോ നമ്മൾ ഒട്ടിച്ചിട്ട് ഈ നെയിൽ അതിൽ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ നെയിൽ പോളിഷ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നെയിൽ വിരലൊട്ടിക്കുക. സോ സിമ്പിൾ. സോ അപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുള്ള് സിൽവറിലാണ്. സിൽവർ ആൻഡ് ബ്ലൂ വളരെ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പം ഇതിന് ഇന്ന ഡിസൈൻ ഇന്ന കളറൊന്നുമില്ല. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നന്നായി തന്നെ നെയിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഒരു കംപ്ലീറ്റ് ലുക്ക്, നമ്മൾ കോസ്റ്റ്യൂംസും അതുപോലെ മേക്കപ്പും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നെയിൽ ആർട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.